ഹായ് ഹലോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് 7ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ എന്താ കോഴിയൊക്കെ കൊടുന്നിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് വേഗം അത് കറി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ വേഗം കുറച്ചെടുത്ത് കണ്ട് മസാല പരട്ടി വെച്ചു കേട്ടോ ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേ കുറച്ച് കറി വെക്കാനും പിന്നെ എടുത്ത് വെച്ചിട്ട് തേങ്ങ അരച്ചിട്ടോ കറി വെക്കണേ. അപ്പോൾ ഇതേ ഉള്ളിയും തക്കാളിയും കിഴങ്ങും പിന്നെ പച്ചമുളകൊക്കെ ഉണ്ടാക്കി ഒന്ന് വാട്ടിയെടുത്തിട്ടോ. പിന്നെ അതിലേക്ക് ഇതേ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ടുങ്ങാണ്ട് ഉപ്പ് ഇട്ടുങ്ങാണ്ട് ഒന്നൊന്ന് വഴറ്റിയെടുത്തിട്ടോ. പിന്നെ നമ്മൾ കോഴി കുറച്ചേനേ ഉള്ളൂ കേട്ടോ. അതായി കിട്ടുങ്ങാണ്ട് ഒരു 2 വിസിലടുപ്പിച്ചിട്ട് അവിടെ വെച്ചിട്ടോ. പിന്നെ നമ്മൾ അടുത്തൊരു പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ പൊരിക്കാനുള്ള മാവ് കൂട്ടിയേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കിഴങ്ങ് പോണ്ടിയിട്ടാണ് ഇവിടെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം, മൈദപ്പൊടിയും കടലമാവും പിന്നെ ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് എന്താക്കാം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് ഒന്ന് കുഴച്ചെടുത്തേക്കണം കേട്ടോ. പിന്നെ സച്ചിമോനാണ് ഇന്നത്തെ ഡ്യൂട്ടി വെള്ളം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ദേവന് റസ്നപ്പൊടിയൊക്കെ കലക്കിയാണ്ട് ഇതാക്കണം. അങ്ങനെ വെള്ളമൊക്കെ ഉണ്ടാക്കിയാണ്ട് നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് മസാല ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളി അരിഞ്ഞുകൊണ്ട് പിന്നെ പച്ചമുളക് ഇട്ടുകൊണ്ട് പിന്നെ കറിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പൊക്കെ ഇട്ടുകൊണ്ട് എന്താക്കി അവിടെ വാടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടോ. പിന്നെ നമ്മൾ കറി അയക്കണമല്ലോ, അപ്പോൾ അതൊന്ന് വറവിടാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ തേങ്ങ അരച്ച് വെക്കണോണ്ട് വേഗം അതുകൊണ്ട് റെഡിയാക്കി വെക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് വെള്ളം വരും കേട്ടോ. ഉച്ചക്ക് ആ സമയമാകുമ്പോഴത്തേന് ഞങ്ങൾക്ക് പരിപാടി കുറച്ചൊന്ന് തീർത്ത് വെക്കാനാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ എടുത്ത് വെക്കും കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് പെടഞ്ഞെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് വേഗം കുറച്ച് കറീൻ്റെ പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വേഗം എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ കറി ഇവിടെ റെഡി ആയിട്ടോ, തൂമിച്ചങ്ങാണ്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടോ. പിന്നെ ഈ മസാല ഇവിടെ റെഡി ആക്കണം. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും മുളകും പൊടി ഉപ്പൊക്കെ ഇട്ടങ്ങാണ്ട് അതൊന്ന് വഴറ്റിയെടുത്തിട്ടോ. പിന്നെ നമ്മൾ കിഴങ്ങ് നേരത്തെ വേവിച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതെന്ത് കിട്ടി പിന്നെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ കേട്ടോ ഉടച്ചെടുക്കുന്നത്. വേഗം ഉടഞ്ഞൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ മസാലയൊക്കെ കണ്ട് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ എരിവും ഉപ്പൊക്കെ അതിലൊന്ന് പിടിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അതൊന്ന് ചൂടാറിയതിൻ്റെ ശേഷമാണ് നമുക്കിത് കയ്യിൽ വെച്ചിട്ട് അങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ അടുത്ത പരിപാടി നമുക്കൊന്നത് ഉരുട്ടിയെടുക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ ചെറിയ ബോൾസുകളാക്കിയാണ്ട് ഇങ്ങനെ ഒരു പാത്രത്തേക്കാണ് കേട്ടോ ഇടുന്നത്. പിന്നെ ഇങ്ങനത്തെ സിമ്പിൾ കടിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ആയി കിട്ടും ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ഇവിടെ അങ്ങനെ ഉരുട്ടിയെടുത്ത് അവിടെ വെച്ചു കേട്ടോ. ഇനി നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അങ്ങനെ പിന്നെ ഒരു ചട്ടി വെക്കുക, പിന്നെ എണ്ണ ഒഴിച്ച് കണ്ട് ഉണ്ടാക്കുക, മാവിൽ മുക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് നമുക്ക് തരി ഉണ്ടാക്കാനാണ് കേട്ടോ. അങ്ങനെ പാലും വെള്ളമൊക്കെ ഒഴിച്ച് അതിലേക്ക് ഞാൻ വറക്കൊന്നുമില്ല കേട്ടോ. പിന്നെ സേമിയനും പിന്നെ റാവിയും പാടെ ഇട്ട് കൊടുത്ത് പിന്നെ പഞ്ചസാര ഉപ്പ് ഇട്ട് കൊടുത്ത് ഉണ്ടാക്കി തോനെ വെള്ളം ഒഴിച്ച് കണ്ട് എന്താക്കും. അങ്ങനെ പിന്നെ അടുപ്പിൽ വെച്ച് കണ്ട് എന്താക്കുക, കൈ വിടാതെ അങ്ങനെ ഇളക്കി കൊടുത്തിട്ടൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ലൂസിലായിട്ട് ഉണ്ടാക്കുക, എന്നാലും പെട്ടെന്ന് കുടിക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ തരിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ റെഡി ആയിട്ടോ. പിന്നെ അങ്ങനെ മരുവ് വാങ്ങി കൊടുക്കാനായപ്പോൾ എന്താക്കി ഒക്കെ ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടോ. അപ്പോൾ തരിയുണ്ട്, വെള്ളമുണ്ട്, പിന്നെ എണ്ണക്കടിയുണ്ട്, ഫ്രൂട്ട്സും ഉണ്ട്. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ നോമ്പ് തുറക്കാൻ. മക്കൾ പിന്നെ 3 പേരും പള്ളിയിൽ പോയിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് 2 ഗ്ലാസ്സിൽ മാത്രമേ ഞാൻ അവിടെ അങ്ങനെ ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അടുത്തത് ഞാനിത് 9 മണിക്കാണ് കേട്ടോ പിന്നെ നെയ്പ്പത്തിരി ഉണ്ടാക്കണ. കറിയൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് പിന്നെ ഇത് ചൂടോടെ അല്ലെങ്കിൽ ഇത് കുഴഞ്ഞിങ്ങനെ പോകും കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികളെ തറാവിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ 9 മണി വെക്കണം കേട്ടോ ഞാൻ. അപ്പോൾ പിന്നെ പൊടിയൊക്കെ ഒന്ന് തിളച്ച വെള്ളം കൊണ്ടൊന്നൊക്കെ ഒഴിച്ച് കണ്ട് എന്താക്കി ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ അടുപ്പിലൊന്നും വെക്കണില്ല, അല്ലാണ്ട് നമ്മളൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ വേറെ ഒന്നും ചേർക്കണമല്ല, കാരണം ഇത് ഇപ്പോൾ തന്നെ തീരും. അതുകൊണ്ട് പിന്നെ തേങ്ങയോ പിന്നെ ചെറിയ ജീരകമോ അല്ലെങ്കിൽ ചെറിയ ഉള്ളി അങ്ങനത്തെ ഒന്നും ചതച്ചിട്ട് അങ്ങനത്തെ ഒന്നും ഞാൻ ചേർക്കണില്ല കേട്ടോ. വെറുതെ ഉപ്പിട്ട് വെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കണം മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാനിവിടെ കോഴി പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പെലച്ചക്കൊക്കെ വേണപ്പോഴും തിന്നാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ കടിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം നല്ല പൊങ്ങി വരുന്നുണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല വെള്ള കളറാണ് കേട്ടോ. നല്ല ഇടുമ്പത്തിന് നല്ല പൊങ്ങിയിട്ട് വരുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സച്ചിമോൻ എന്നെ ഒന്ന് സഹായിച്ചിട്ടോ, കാരണം സച്ചിമോനക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അടുപ്പത്ത് പണിയൊക്കെ എടുക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓൻ പറഞ്ഞു ഓൻ പരത്തി തരാം അമ്മച്ചി ചുട്ടോ എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കി ഞാൻ അങ്ങനെ ചുടുകയാണ് കേട്ടോ. അങ്ങനെ കാക്കൊരു 9 ആയപ്പോൾ വന്നു കേട്ടോ. അപ്പോൾ റിച്ച് പറഞ്ഞാലോ ഐസ് വാങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കാക്ക ഉണ്ടാക്കി അങ്ങനെയുള്ള പാക്ക് വാങ്ങിയിട്ട് പോകുന്നു കേട്ടോ. അതാകുമ്പോൾ എല്ലാവർക്കും തിന്നും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ കടിയൊക്കെ കൂടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ എന്തായാലും കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. കോഴി ഇവിടെ പൊരിച്ചതും കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ എന്താക്കി ഞങ്ങൾക്ക് തിന്നാനുള്ളതൊക്കെ ഇവിടെ മേശമ കൊണ്ടു നിൽക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ അങ്ങനെ ഇരുന്ന് തിന്നാൻ കേട്ടോ. അപ്പോൾ നല്ല കറിയും നെയ്പ്പത്തിരിയും ഉണ്ടാക്കി കൊടുത്തപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. മറ്റേത് കാക്ക ചോറ് മതിയാറ് കേട്ടോ കടിയാണെങ്കിൽ. അപ്പോൾ ഇത് എല്ലാവരും കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നും അങ്ങനെ ഒരേ കടിയൊക്കെ കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു മടുപ്പ് പിടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്നും വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കലാണ് കേട്ടോ.
അങ്ങനെ പിന്നെ എന്താക്കി നല്ല നെയ്പ്പത്തിരിയും കോഴിക്കറിയും കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അപ്പം ഇന്ന് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം കേട്ടോ. അപ്പോൾ അത് പാത്രമൊക്കെ ഫുള്ളും കാലിയാക്കി തന്നിക്കണം കേട്ടോ. അങ്ങനെ പാൽച്ചായ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ പാത്രമൊക്കെ കഴുകി വന്നപ്പോൾ എന്നോട് പറഞ്ഞ് പിന്നെ ഐസ് എടുത്തങ്ങാണ്ട് പൊട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അങ്ങനെ ഊരിയൊക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ സച്ചിമോണ്ട് നീ എന്നെ പൊട്ടിച്ചു പറഞ്ഞു കേട്ടോ. അങ്ങനെ ഓൻ എന്താക്കി പൊട്ടിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ഓനൊന്ന് ടേസ്റ്റ് നോക്കി, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ റിച്ച് നോക്കി, പിന്നെ അത് കഴിഞ്ഞിട്ട് മുത്തും നോക്കിയിട്ട് അങ്ങനെ 3 പേരും ടേസ്റ്റൊക്കെ നോക്കിയതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ പറയുന്നത് പിന്നെ നമുക്ക് പാത്രത്തിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട്. അപ്പം നമ്മൾ ഇനിയും പാത്രം കഴുകണ്ടേന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ പറഞ്ഞില്ല ഞങ്ങൾ നിന്നൊക്കെ ഞങ്ങൾ തന്നെ കഴുകാൻ കേട്ടോ. അതിൽ പിന്നെ എന്തായാലും വേണ്ടില്ല പറഞ്ഞിട്ട് നമ്മൾ ചെറിയ ബൗളിലാക്കി കണ്ട് അങ്ങനെ പിന്നെ ഇട്ടെടുത്തു കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ലോണം തിന്നണമുണ്ട് കേട്ടോ. കാരണം ഐസൊക്കെ ആയതുകൊണ്ട് ആർക്കും നല്ല ഇഷ്ടപ്പെടും കേട്ടോ. ആരും വേണ്ടാന്നൊന്നും എന്തായാലും പറയില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ഐസൊക്കെ തിന്നണം എന്തായാലും നല്ലതാണ്. പിന്നെ അങ്ങനെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തോ തണുപ്പായതുകൊണ്ടാണോ എന്ന് എന്താണെന്ന് അറിയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതൊക്കെ തിന്ന് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ചിട്ടോ. അപ്പോൾ നമ്മൾ റമദാൻ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.